ജനങ്ങൾ ഏറ്റവും വൈകാരികമായാണ് ഭക്തിയെ സമീപിക്കുന്നത്. അവിടെയാണ് സർവാലങ്കാര വിഭൂഷിതനായ ഭഗവാനെ കാണുന്നതും കാണുമ്പോൾ ഭക്തി അതിൻ്റെ പാരമ്യത്തിൽ എത്തുന്നതും അതുകൊണ്ടാണ്. ദൈവികമായ ശബ്ദമാധുര്യം കൊണ്ട് ഭക്തരെ ശ്രീ ഏലൂർ ബിജു എന്ന സോപാന ഗായകൻ അഭൗമമായ അവസ്ഥയിലെത്തിക്കുന്നതും. നമസ്കാരം. ഗാന സോപാന ഗാന ഗന്ധർവൻ, സോപാന എന്താ പറയുക, സോപാന സ്നേഹ സോപാന ഗായകൻ, ആനന്ദ സംഗീത ഗായകൻ, അങ്ങനെ നിരവധി വിശേഷങ്ങൾ വർണ്ണനാതീതമാണ്. എങ്ങനെ എന്തൊക്കെയുണ്ട് വിഷയങ്ങൾ? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഭജൻസാണ്. അപ്പോൾ ഈ നന്ദഗോവിന്ദ ഭജൻസിൽ ബിജു ചേട്ടൻ്റെ സോങ്ങാണ്, പിന്നെ സോപാന സംഗീതമാണ് അവരെടുത്ത്. അങ്ങ് ഒരുപാട് എന്താ പറയുക, ഒരു 100-ലേറെ, എൻ്റെ ഒരു നിഗമനം ശരിയാണ്, 100-ലേറെ സോപാന സംഗീതം ചെയ്തിട്ടുണ്ട്, പാടിയിട്ടുമുണ്ട്. അതിനായിട്ട് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ചന്ദ്രശേഖരയുണ്ട്, ചെമ്പട്ടുടുത്ത ഉണ്ട്. അപ്പോൾ ഈ ഭജൻസിൻ്റെ ഈ ഒരു എന്താണ് അതിനെ എങ്ങനെ നോക്കി കാണുന്നു? ഈ നന്ദഗോവിന്ദം ഭജൻസ് ബീച്ചേൻ്റെ പാട്ട് ഇങ്ങനെ ഏറ്റുപാടുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം. ഇവിടെ ഇരിക്കുന്നതെല്ലാം ഗുരുനാഥന്മാരുടെ അനുഗ്രഹം, അവരുടെ പാദത്തിൽ നമിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സമയത്തും ഓരോ മാറ്റങ്ങളുണ്ടാവും. അത് പ്രകൃതി നിയമമാണ്. ഇതൊരു ഭജന ആവശ്യമാണ് ആക്ച്വലി. കാരണം ഭക്തി നിറഞ്ഞിരിക്കുന്ന സമയത്ത് പുതുതലമുറ ഭജനയായിട്ട് ഇറങ്ങണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. അപ്പം അതുകൊണ്ട് അത് ആളുകൾ ഏറ്റെടുത്തു. ഞാൻ അവരായിട്ടുള്ള ബന്ധം കോപ്പിറൈറ്റായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ചാനൽ, യൂട്യൂബ് ചാനൽ, അപ്പോൾ അങ്ങനെ അവരെന്നെ വിളിച്ചു, ചേട്ടാ ഞങ്ങളുടെ പാട്ടുകളുണ്ട്. അപ്പോൾ അന്ന് നവീൻ അവർ ദുബായിൽ നിന്നാണ് വിളിച്ചത്. അങ്ങനെ ഒരു ബന്ധം തുടങ്ങി. ഞാൻ ദുബായിൽ പ്രോഗ്രാമിന് വേണ്ടിയപ്പോൾ അവരുടെ ഒപ്പം പാടിയിരുന്നു. എൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. കൂടാതെ ചന്ദ്രശേഖർ അവരുടെ കൂടെ പാടാൻ പാടി. പിന്നെ അങ്ങനെ അവരുടെ ഒരു കൂട്ടായി. അവരൊരു ഫ്ലാറ്റ് ഉണ്ട്. എനിക്ക് അവരോട് ഭയങ്കര ബഹുമാനമാണ്. ഇഷ്ടം മാത്രമല്ല, ബഹുമാനമാണ്. കാരണം അവരത്രയും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പുതുതലമുറ കാണേണ്ട ഏറ്റവും വലിയ സന്തോഷമാണ്. ഇവർ വൈകുന്നേരങ്ങളിൽ ഓഫീസ് കഴിഞ്ഞ് എല്ലാവരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും നല്ല ജോലികളുണ്ട്. IT മേഖലയിൽ അതെ, വൈകുന്നേരം അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് പോയി. ഞാൻ ദുബായിലെ കാര്യമാണ് എനിക്കറിയാവുന്നത് കൂടുതൽ. അങ്ങനെ ഒരു ഫ്ലാറ്റിൽ കൂടണോ, അവിടെ നിന്ന് പുതിയ പാട്ടുകൾ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടൻ പുതിയ പാട്ട് ഏതായി, അത് ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ. അപ്പോൾ നമ്മളവരോടൊപ്പം പോകും. ഭയങ്കര സന്തോഷമാണ് അത്. കാരണം നമ്മുടെ ഒരു കീർത്തനം നമ്മുടെ കയ്യിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. അത് നമ്മൾ പ്രകൃതിയിലേക്ക് കൊടുത്തേക്കുന്നതാണ്. ഭഗവാൻ നമുക്ക് തന്നതാണ്. അതങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ അവർ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം. ചന്ദ്രശേഖര എന്നുള്ള കീർത്തനം മുപ്പത്തടത്ത്, ഏലൂരടുത്ത് മുപ്പത്തറം എന്നുള്ള ഗ്രാമമുണ്ട്, പെരിയാറിനടുത്ത് തന്നെ. അപ്പം മുപ്പത്തറം ഗ്രാമത്തിൽ ഒരു ചന്ദ്രശേഖരപുരത്തൊക്കെ എന്നൊരു ശിവക്ഷേത്രമുണ്ട്. അവിടുത്തെ ഒരു വിശ്വാസി, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾ, അവിടുത്തെ കമ്മിറ്റിക്കാരൻ എൻ്റെ ചേട്ടനാണ് രാധാകൃഷ്ണൻ സാറ്. അദ്ദേഹമാണ് ഈ കീർത്തനം രചിച്ചത്. ഇത് എനിക്ക് എൻ്റെ ഓർമ്മയിൽ 2012-13 കാലഘട്ടത്തിലാണ്. ഇദ്ദേഹം അടുത്ത് ചേരാനുള്ള ജോലി ചെയ്യുമ്പോൾ ഈ കീർത്തനമായിട്ട് വരികയാണ്. കുറേ കീർത്തനങ്ങളുണ്ട്. ആദ്യം എൻ്റെ കിട്ടിയത് ചന്ദ്രശേഖരയാണ്. ഇത് ആദ്യം കിട്ടിയപ്പോൾ തോന്നിയ രാഗം മധ്യമാവതിയാണ്, മധ്യമാവതി രാഗം. ആ രാഗത്തിൽ അപ്പം തോന്നിയതാണ് നാഗഭൂഷിത എന്ന് തോന്നിയത്. അതാണ് ഇന്ന് ലോകം ഏറ്റെടുത്ത് പാടുന്നത്. അതും ഭഗവാന്റെ അല്ലേ, പ്രപഞ്ചം. അവിടെ അത് കഴിഞ്ഞിട്ട് ഇവർ തീരുമാനിച്ചു ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ മറ്റൊരു ഗിഫ്റ്റാണ് ശ്രീ സുനിൽ പുരുഷോത്തമൻ. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്യുക. അദ്ദേഹം പ്രോഗ്രാമറാണ്, കീബോർഡ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ബന്ധം എനിക്ക് ഭയങ്കര. കാരണം അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പാടി കഴിഞ്ഞാൽ പറഞ്ഞു നമുക്കൊരു ഓർക്കസ്ട്ര ചെയ്യാം. ശോഭാനായിട്ടാണെങ്കിലും നമുക്കൊരു മൃദംഗമൊക്കെ കൊടുത്ത് ഫ്ലൂട്ടൊക്കെ കൊടുത്ത് രസം ഉണ്ടാവില്ല. പക്ഷെ അതും ഭയങ്കര ഗുണം ചെയ്തു. അതുകൊണ്ട് ഡാൻസ് കളിക്കുന്ന കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര. അപ്പം അത് നന്ദഗോവിന്ദം കൂടെ ഏറ്റെടുത്തപ്പോൾ ഒരു അനുഗ്രഹമായിട്ട് മാറാം. അപ്പം എനിക്കൊരു അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കീർത്തനങ്ങൾ നമ്മുടെ ആൾക്കാർ എഴുതിയിട്ട് തന്നിട്ട് ബിജു പാടിത്തരുമെന്ന് നമുക്കൊരു ഭഗവാൻ എന്തെങ്കിലും ഒരു
ട്യൂൺ തോന്നിപ്പിക്കും, ഒരു രാഗം തോന്നിപ്പിക്കും. ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ കാർ ഓടിക്കുമ്പോഴേക്കും അതല്ലേ അങ്ങനെ ഒരു കാർ ഓടിച്ചുകൊണ്ട് ഒരു സീഡി മുഴുവൻ ഞാൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു, ഞാൻ ഇത് ഭഗവാന്റെ ഗിഫ്റ്റാണ്. രണ്ടൊരു ബിജു എന്ന് പറഞ്ഞാൽ അവിടെ അന്ന് തോന്നിപ്പിച്ച് എന്നെ കൂടെ തോന്നിപ്പിക്കുന്നതാണ്. ഞാൻ പോലും പിന്നീട് ചിന്തിക്കാതെ ഇത് ഞാൻ എങ്ങനെ കമ്പോസ് ചെയ്തു, ഇതിലെങ്ങനെ ഞാനത് പഠിക്കുക, മഹാഭാഗ്യം. അപ്പോൾ ഇന്ന് ഭജന ട്രെൻഡായിക്കൊണ്ടിരിക്കുക. ലോകം മുഴുവനും ഭജന. ഇപ്പോൾ നമ്മൾ എൻ്റെ അറിവിൽ 78 ഗ്രൂപ്പോ 75 ഗ്രൂപ്പോ അങ്ങോട്ട് നാട്ടിലുണ്ട്, ഭജന ഗ്രൂപ്പുണ്ട്. അപ്പം എൻ്റെ ശിഷ്യരും എൻ്റെ കുടുംബ ചേട്ടന്മാരൊക്കെ ചേർന്നിട്ട് ഭജന അവർ സെറ്റ്. എനിക്ക് പോവാം, എന്നെ വിളിക്കാറുണ്ട്. 1-2 ഭജനയ്ക്ക് ഞാൻ പോയിരുന്നിട്ട് എനിക്ക് സമയമില്ല. എനിക്ക് സോപാനത്തിന് പോകാനാ താല്പര്യം, അതിനെ പോകാറുള്ളൂ. ഞാനും ഗസ്റ്റായിട്ട് ഇഷ്ടത്തിന് വിളിക്കുമ്പോൾ പോകുന്നത്. വിജയൻ 2010 ആണ് ശരിക്കും സോപാന സംഗീതത്തിലേക്ക് അല്ലെ, ചേരാനല്ലൂർ ഭഗവതിയുടെ തിരുനടയിൽ നിന്ന് അല്ലെ, ചെമ്പട്ടുടുത്ത് അവിടെ നിന്നല്ലേ എഴുതിയിട്ടുണ്ടായല്ലേ. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ ആനന്ദ സംഗീതം എന്നുള്ള ഒരു വർണ്ണന കൂടെയുണ്ട്. അമ്മയെ സ്നേഹിക്കുന്ന, അമ്മയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ബഹുമാനം, നമ്മൾ അമ്മ എന്ന് പറഞ്ഞാൽ ഭഗവതിയെ പോലെയാണ് നമ്മൾ കാണുന്നത്. ശരിക്കും അങ്ങനെയാണല്ലോ. അപ്പം ബിച്ചറിന് ആ അമ്മയോടുള്ള ഭക്തിയും 2 അമ്മമാരെ ഒരേപോലെ കണ്ടുകൊണ്ട് രചിച്ചേക്കുന്ന ഒരു സംഭവമാണ് ചെമ്പട്ടുടുത്ത്. അങ്ങേത് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം അത് എന്നെ മനസ്സിലാക്കി സംസാരിച്ചവരുണ്ട്. ഞാൻ 2010 ചേരാനല്ലൂരത്തിൽ വെട്ടിപ്പാട് സോപാന ഗായകനായിട്ട് ജോലി ചെയ്യുന്നത്. എന്നെ സ്ഥിരമാക്കിയിരുന്നില്ല. അവിടെ ജോലി തുടർന്നുമ്പോൾ അവിടുത്തെ ഒരു അമ്പലത്തിലെ ഒരു കുട്ടി, 3 കുട്ടികളെ അമ്പലമായിട്ട് ബന്ധപ്പെട്ട 3 കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. ഇവർ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അതിനുള്ള അറിവൊന്നും എനിക്കില്ല, ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അവരെ പഠിപ്പിക്കുന്ന കാര്യം പറഞ്ഞ് തുടങ്ങിയ ബന്ധമാണ് എൻ്റെ മണിയേട്ടനും ചേച്ചിയൊക്കെ ആ കുടുംബമായിട്ടുള്ളത്. അങ്ങനെ ചേരാൻ്റെ അമ്മയെ സേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ കാണിച്ചു തരാനായിട്ട് എനിക്ക് തോന്നാറ്. അങ്ങനെ ഇവർ എന്നോട് പറഞ്ഞു, നീ ഒരു CD ഇറങ്ങണം. അങ്ങനെ ഞാൻ, കാരണം നമുക്ക് റെക്കോർഡിങ് പാടാനൊക്കെ പേടിയാണ്. പക്ഷെ അത് നടന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് ഗിരീഷും കൂടി ചേർന്ന്, എറണാട് ഗിരീഷ്മാർ, ഞങ്ങൾ ചേർന്നൊരു CD ഇറക്കുകയാണ്. അന്നത്തെ ആദ്യത്തെ കീർത്തന, അതിനകത്തൊരു കീർത്തനാണ് ചെമ്പട്ടുടുത്ത് കിട്ടി. കാരണം ഒരു കീർത്തനം മറ്റുള്ള കീർത്തനങ്ങളുണ്ടായിരുന്നു. പക്ഷെ ചെമ്പട്ടുടുത്ത് കിട്ടി. പാട്ടുപുരിക്കൽ ഭഗവതി ക്ഷേത്രമുണ്ട്, എൻ്റെ കുടുംബക്ഷേത്രമാണ് പേരൂര്. അമ്മയാണ് ഭദ്രകാളിയാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് അത് ചെയ്തത്. പാലേരി മോഹനേട്ടൻ, അദ്ദേഹം ജന്മഭൂമിയിലായിരുന്നു, അദ്ദേഹമാണ് അത് എഴുതിയത്. അപ്പോൾ ചേരാൻ്റെ അമ്മയുടെ അവിടെ നിന്നാണ് ഈ CD ഇറക്കാനുള്ള അവസരം ഉണ്ടായത്. അല്ലെങ്കിൽ അമ്മയാണ് ഇതൊക്കെ കാണിച്ചത്. ഈ ആനന്ദ സംഗീതമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആനന്ദം എന്നാണ് എൻ്റെ അമ്മയുടെ പേരാണ്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആനന്ദ സംഗീതമാണ്. ഞാൻ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ 2024 എറണാകുളത്ത് വെച്ച് ശിവക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിൽ വെച്ച് 217 പേരോളം പങ്കെടുപ്പിച്ചുകൊണ്ട് ആനന്ദ സംഗീതത്തിൻ്റെ ഒരു പരിപാടിയാണ്. അത് കണ്ടക്ട് ചെയ്ത് സ്നേഹസോപാൻ, ആലോചിച്ചോളാം, സ്നേഹസോപാനമാണ്. ഇതെല്ലാം നമ്മുടെ ഏകരൂപിച്ച് സ്നേഹസോപാനം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആനന്ദ സംഗീതം കണ്ടക്ട് ചെയ്തു. അത് ഒരു എന്താ പറയുക, ഒരു വേൾഡ് റെക്കോർഡായിട്ട് മാറി. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് പറഞ്ഞ് വളരെ പോയിൻ്റാണ്. കാരണം ചേരാനല്ലൂർ അമ്മയുടെ പദത്തിലാണ് ഞങ്ങൾ അവിടെ. അമ്മ അതിൽ ഇടയ്ക്ക് അമ്മ മരിച്ചപ്പോൾ ശരിക്കും ഏരൂരാണ് അമ്മയുടെ അടക്കം നടക്കേണ്ടത്. അത് ചേരാനല്ലൂരാണ്. ഞാൻ പോലും അറിഞ്ഞിട്ടില്ല, ആരും അറിയാതെ. അവിടെ വേറെ ഇതുള്ളതുകൊണ്ട് നടന്നില്ല. അതും ചേരാൻ്റെ നമ്മുടെ പാർട്ടിയിലുണ്ട്. അപ്പം അന്ന് പറഞ്ഞ് കണക്റ്റായി, ഇതിൻ്റെ ഒന്നാണെന്ന് പറഞ്ഞത്. അങ്ങനെ അമ്മ, ചേരാൻ്റെ അമ്മയിൽ നിന്നാണ് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം. അവിടെ നിന്നുകൊണ്ടാണ് ഈ CD ഇറക്കുന്നത്. അതിലെ 10 പാട്ടുകളാണ് ഇറക്കിയത്. അതിൽ ഏറ്റവും ഹിറ്റായത് ചെമ്പട്ടുടുത്ത് കിട്ടിയാണ്. ആ ചെമ്പട്ടിൻ്റെ ബിജുവിൻ്റെ ബുദ്ധിമുട്ടൊരു കണ്ടലയിൽ നിന്ന് മോളാവും. ചെമ്പട്ടുടുത്തു കെട്ടി ചിത്രശീലമ്പണിഞ്ഞ് ചന്തമോടെന്നുടയ ചാരവി വന്നിടണം ചഞ്ചലമാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തി നീ വന്നണയു ചന്ദ്രസമാനമുഖി അമ്മേ ദേവി. ആരഭി എന്നുള്ള രാഗമാണ്. വളരെ ഞാൻ എപ്പോഴും കേൾക്കുന്ന
പിന്നെ അതുകൂടാതെ ഈ ചന്ദ്രശേഖര ഇതിൽ ഭയങ്കര ഇതാണ്. പിന്നെ കള്ളപ്പ കോമൺ ഒരു ആറന്മുള, അതായത് ആറന്മുളത്തിനുള്ള ശ്രീകുമാർ എന്നുള്ള തിരുമേനി അദ്ദേഹം. അതെ, അത് ബിജൻ ഇപ്പം ഓരോ രാഗത്തിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. ബിജന് ഈ വായിക്കുമ്പോൾ അല്ലെങ്കിൽ സോപാന സംഗീതം പാടുമ്പോൾ ബിജു ചേട്ടനെ ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന രാഗമാണ്? ഒരു രാഗം ഈസിയല്ല. അല്ല, നടയിൽ നിന്ന് പാടുമ്പോൾ മഹാദേവന്റെ ആ വർണ്ണിച്ച് നമ്മുടെ മനസ്സുകളിലേക്ക് എത്തിക്കുകയാണല്ലോ. ഈ സോപാന സംഗീതത്തിന് നമുക്ക് സത്യത്തിൽ കുറേ രാഗ ഇതൊന്നും പാടാം എനിക്കറിയില്ല, അത്ര ഇല്ലതാണ്. അപ്പം അതിൽ ഇപ്പോൾ ചന്ദ്രശേഖരപുരത്തപ്പൻ്റെ കീർത്തനം മധ്യമാതി ഭയങ്കര ഫീലുള്ള രാഗം, പാടാൻ ഭയങ്കര രസമാണ്. മധ്യമാതി മുഴുവനായിട്ട് ഞാൻ പാടണമെന്നോ നമുക്ക് അത്രയും അറിവില്ല, അല്ലെങ്കിൽ നമ്മൾ അത്രയും പഠിച്ചിട്ടില്ല. പക്ഷേ പാടുമ്പോൾ ഒരു സുഖമുള്ള മിക്കത് പാരമ്പ് പാടുകയാണെങ്കിലും മോഹനം പാടുകയാണെങ്കിലും ശ്രീരാഗം പാടുകയാണെങ്കിലൊക്കെ നമുക്ക് സുഖമാണ്. എല്ലാത്തിനും അതിൻ്റേതായ ഫീലുണ്ട്, ഏത് രീതിയിലും വർണ്ണിക്കാനാണ്. അപ്പോൾ അതിന് ഏത് രാഗം എടുത്താലും ഇപ്പോൾ നോക്കൂ, സോപാനത്തിൽ പണ്ട് ഇത്രയും രാഗങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, കർണാടക സംഗീതത്തിൻ്റെ രാഗങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ പുതിയ രാഗം. അതെ അതെ അതെ, കാരണം നിസ്തുലമായ ഒരു രീതിയിലാണ് സോപാന സംഗീതം ഉപയോഗിച്ചാൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായ വ്യത്യാസമാണ്. കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ കാരണം എലൂർ ബിജു എന്ന് പറയുന്ന സോപാന ഗായകനെ ലോകം മുഴുവൻ അറിയുന്നുണ്ട്, എല്ലാവരും കേൾക്കണമുണ്ട്. അത് ഈ ഭഗവാന്റെ അനുഗ്രഹം. അത് പിന്നെ ബിജുവിനെ പാടുമ്പോൾ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്, ഒരാൾക്കാർക്ക് ഫീൽ ചെയ്യുന്നതെന്ന് ഒരു കാരണം അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്ന, ഏതിരാകും പാടും ഫീൽ ചെയ്യുന്നു അങ്ങനെ തോന്നാറുണ്ട്. ബിജുവിനെ പാടുന്ന പാട്ടുകളിൽ ഏറ്റവും മറ്റുള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഏത് രീതിയിൽ? ഇപ്പം അമ്പലത്തിൽ വെച്ച് പാടുമ്പോൾ കുട്ടിപ്പാട് സേവ നടത്തുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അതിനെക്കുറിച്ച് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ കുട്ടിപ്പാടി സേവ എന്ന് പറയുന്നത് നടയിൽ നിന്ന് പാടുമ്പോൾ എന്താ ചെയ്യുന്നത്, ശരിക്കും മൂർത്തി ഭാവം പറഞ്ഞ പാടാം. നമ്മൾ മൂർത്തി നമ്മളുടെ ബന്ധം. നമ്മുടെ സംഗീതത്തിലൂടെ നമ്മൾ കുട്ടിപ്പാടി സേവയിലൂടെയാണ് ഈ നിൽക്കുന്ന ഭക്തജനങ്ങൾ മറ്റെല്ലാം മറന്നുകൊണ്ട് ഭഗവാനിലേക്ക് എത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വം കൂടി. അപ്പം അങ്ങ് അവിടെ നിന്ന് തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ എന്തെങ്കിലും കേൾപ്പിച്ചാൽ അങ്ങയുടെ മനസ്സ് മാറും അല്ലേ? ഭഗവാനൊക്കെ വിട്ടിട്ട് ചിലപ്പോൾ എന്നെ തള്ളണമെന്നായിരിക്കും, ഇവനെന്താ കേൾപ്പിക്കണേന്നുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ ചിന്ത മാറാൻ പാടില്ല. അപ്പോൾ ആചാര്യന്മാർ ചെയ്ത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിപ്പാടി സേവ ഇടയ്ക്കാന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഇത്രയും എന്താ പറയുക, ഇത്രയും ശബ്ദസുഖമുള്ളൊരു വാദ്യമില്ലല്ലോ. ആ വാദ്യത്തിൻ്റെ ശ്രുതിയിലൂടെ പാടിക്കൊണ്ട് ഭഗവാനിലേക്ക് എത്തിക്കണം. അപ്പം അത് എന്താ, എവിടെ നിൽക്കുന്ന ഡിവോട്ടീസും ഭക്തജനങ്ങളും നമ്മുടെ പാട്ടിലൂടെ ഭഗവാനെ കാണണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ ചെറിയ ഉത്തരവാദിത്തമല്ല. അപ്പം നമ്മളെവിടെ എന്താ ചെയ്യുന്നത്? അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനും കൂടി ഉത്തരവായിട്ട് പറയുക, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അത് അർപ്പണമാണ്, പൂർണ്ണമാവണം. അവിടെ ഏത് പാട്ട് പാടി, ഏത് രാഗെടുത്തോ, ഏത് കീർത്തനം എടുത്തോ, ഇതൊന്നും വിഷയമില്ല. ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, നമുക്ക് ഫീൽ ചെയ്യണം, ഭഗവാനിക്ക് അർപ്പിക്കണം. ഇതൊരു തപസ്യമാണ്, ഇതൊരു ഉപാസനയാണ്. അപ്പം നമുക്കത് എങ്ങനെ നമ്മളിത് പൂർണ്ണമാക്കാൻ പറ്റും? പല രീതിയിൽ നമുക്ക് പാടാം അല്ലേ? അപ്പോൾ അടിമലരിന തന്നെ കൃഷ്ണ അങ്ങനെ പാടാം. അങ്ങനെ പാടിയാൽ നിങ്ങൾ എൻ്റെ കൂടെ വരില്ല. അടിമലരിന തന്നെ കൃഷ്ണ, മനോധർമ്മം അല്ലേ? ഈ മനോധർമ്മം അല്ലേ, ഫീൽ എന്നാണ്. അത് ആ ഫീലാണ് സോപാന സംഗീതം. അതെല്ലാവരും തിരിച്ചറിയല്ലേ. ഈ ഫീൽ ഭക്തിയാണ്, ഭക്തിയാണ് സോപാന സംഗീതത്തിന് വേണം എന്നെല്ലാവർക്കും പറയാറുണ്ട്. ഭക്തി സംഗീതമാണ് സോപാന സംഗീതം. പക്ഷേ ഈ ഭക്തി ഉണ്ടാവണേ ഈ രാഗവും ഈ താളവും ആ വരികൾ പദങ്ങൾക്ക് ചേർന്ന രീതിയിൽ നമ്മൾ പാടും അല്ലേ? അപ്പോൾ എന്ത് പാടുമ്പോഴും നമ്മളെപ്പോഴും നമ്മൾ താരാട്ട് പാടുകയാണെങ്കിൽ നമ്മൾ ചടുലമായിട്ടല്ല പാടാം. താരാട്ട് ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഭാഷ അല്ലേ? അപ്പം നമുക്കറിയാം താരാട്ട് അങ്ങനെ പാടേണ്ടത്. ചടുലമായിട്ട് കാടിടയും ജഡ നടുവിലൊരമ്പിളി, അവൻ്റെ ആ അക്ഷരങ്ങൾ അങ്ങനെയാണ്, ആ വാക്കുകൾക്ക് ഭംഗി കൊടുക്കേണ്ടത് അങ്ങനെയാണ്. അപ്പം അത് നമ്മൾ തിരിച്ചറിഞ്ഞ് വേണം പാടാൻ. എൻ്റെ ഒരു പക്ഷം അതാണ്. പലരുടെയും പ്രശ്നവുമാണ് ഫീല് കൊടുക്കാൻ പറ്റുന്നത്. നമ്മളും അറിഞ്ഞാൽ ഫീൽ കൊടുക്കാൻ പറ്റും. നമ്മളത് അറിയണം. പാടുമ്പോൾ നമ്മൾ വരികളുടെ ഭാവം എന്താണ് അദ്ദേഹം കവി ഉദ്ദേശിച്ചേക്കണേ, പിന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇതെങ്ങനെ ഫീൽ കൊടുത്ത്. നോക്കൂ, നമ്മൾ സിനിമാ ഗാനമല്ല പാടുന്നത്. നമ്മൾ വളരെ സിമ്പിളായി ഇടയ്ക്കാന്നുള്ള
ആദ്യം കൊട്ടി പാടുകയാണ്. ഇത് അവരെ ഫോളോ ചെയ്യിപ്പിക്കുന്ന നിസ്സാര കാര്യമല്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെറുതല്ല. അത് എവിടെ നടയിലാണെങ്കിലും സ്റ്റേജിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാനത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് പാടാറുള്ളത്. വിജയിക്കാൻ പരാജയപ്പെടാം, അതൊക്കെ വേറെ. പക്ഷേ ഒരാൾക്ക് ഫീൽ ചെയ്താൽ മതി നമ്മൾ ഹാപ്പിയാണ്. അല്ല, അങ്ങ് പാടിയ എല്ലാ പാട്ടുകളും വിജയമാണ്. കാരണം അത് അങ്ങയുടെ ആ ഒരു അർപ്പണ മനോഭാവമാണ് അതിനകത്ത്. പിന്നെ അതിലുപരി ദൈവസംഗീതവും കൂടെയാണ്. നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതാണല്ലോ, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഞാൻ എന്നും ചിന്തിക്കുന്നതാണ്. ബിജു എന്ന് പറഞ്ഞ ആളുടെ തോന്നുന്നില്ല, എനിക്കുള്ളൊരു അനുഗ്രഹം എന്ന് വെച്ചാൽ പാരമ്പര്യ സംഗീതം. സോപാന സംഗീതമല്ല, സംഗീതം പാരമ്പര്യം. അച്ഛൻ വഴിയാണെങ്കിലും അമ്മ വഴിയാണെങ്കിലും, അമ്മ മ്യൂസിക് ടീച്ചറാണ്. അച്ഛൻ സംഗീതമായിരുന്നു അച്ഛൻ്റെ ലോകം മുഴുവൻ. അപ്പം അച്ഛൻ സംഗീത ഭ്രാന്തെന്ന് വിളിച്ചാലും തെറ്റല്ല, അത്രയും സംഗീതമായി. അച്ഛനാണോ ശരിക്കും ബേസിക്കലി ഗുരു? അത് അമ്മാവനാണെന്ന് തോന്നുന്നു. അപ്പോൾ അച്ഛൻ്റെ അനുഗ്രഹം വെച്ചാൽ അച്ഛൻ ആ കാലഘട്ടത്തിൽ ഉറങ്ങണ സമയത്ത് മാത്രമേ അച്ഛൻ പാടാറുള്ളൂ. ആലോചിച്ച് നോക്കാം, എല്ലാ സമയത്തൊക്കെ ഏതിൽ രാഗം പാടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കുട്ടിക്കാരെ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അതൊരു പരിധി വരെ പരിധിയല്ല, അതിന് അച്ഛൻ്റെ ആ ഒരു ബ്ലെസ്സിങ് കൂടെ കിട്ടിയിട്ടുണ്ട്. അതാണ് മെയിൻ. കേൾപ്പിച്ച സംഗീതങ്ങൾ, കച്ചേരികൾ ഓരോ കേൾപ്പിച്ച, റേഡിയോയിലാണെങ്കിലും അല്ലാതെ കച്ചേരി കേൾപ്പിച്ച, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഓരോ രാഗങ്ങൾ ഓരോന്നും കിടക്കട്ടെ. ഇതൊന്നും എനിക്കറിയില്ല. നമ്മൾ പിന്നീട് ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരാളൊരു വരി കൊണ്ട് ഇപ്പം അങ്ങനെ ഒരു വരി തന്നിരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു രാഗം തോന്നിപ്പിച്ച് അത് കമ്പോസ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കും, ഇതെനിക്ക് എങ്ങനെ വന്നു? കാരണം അവരോട് നോക്കിയിട്ട് ഞാൻ ചെയ്യുന്ന ആളല്ല, നൊട്ടേഷൻ നോക്കി ചെയ്യുന്ന ആളല്ല. ഞാൻ ഒരു സംഗീതം ചെയ്യുന്നപ്പോൾ ഒരു നൊട്ടേഷൻ നോക്കി ചെയ്യും. പക്ഷെ ഭഗവാൻ എന്തെങ്കിലും തോന്നിപ്പിക്കും. ഇത് കേമമാണെന്നല്ല ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന പിന്നെ എന്താ പറയുക, കാരണന്മാരുടെ അനുഗ്രഹവും ഈ പറഞ്ഞതൊരു വലിയൊരു ഘടകമാണ്. ഇപ്പം ഈ രാഗത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഗം ഏതാണ്? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ രാഗം പാടുമ്പോഴും ചില രാഗങ്ങൾ പാടുമ്പോൾ നമുക്ക് മതിയാവില്ല. കുറച്ചും കൂടി പാടായിരുന്നു, വരി കുറച്ചും കൂടി എന്ന് തോന്നിക്കുന്ന സമയമുണ്ട്. മധ്യമാതി അങ്ങനെ രാഗം, മധ്യമാതി ഭയങ്കര മംഗളരാഗല്ലേ, ഭയങ്കര ഫീലുടെ രാഗം. മോഹനം പാടുമ്പോൾ അതിൻ്റെ ഫീല് വേറെയാണ്. ആന്തവരി പാടുമ്പോൾ അങ്ങനെ, ആവേരി അങ്ങനെ, ശ്രീരാഗം. അതുകൊണ്ട് നമുക്ക് എല്ലാം പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പാടാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് നമുക്ക് പെർഫോം ചെയ്യുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനകത്ത് നല്ല രീതിയിൽ അതിനകത്ത് എന്തൊരു പ്ലസ് നമുക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ഇപ്പോഴത്തെ ഒരു സമയത്ത് ഇപ്പോൾ ഈ സ്കൂളിൽ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ അഷ്ടപതി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ചില ആൾക്കാർക്ക് ചില തെറ്റിദ്ധാരണകളുണ്ടാവും. ഈ അഷ്ടപതിയും സോപാനവും ഒന്നാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒന്നല്ലല്ലോ. അപ്പം ഈ അഷ്ടപതി മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളോട്, കുട്ടികളോട്, അല്ലെ പുതിയ തലമുറയോട് എന്താണ് എനിക്ക് പറയാനുള്ളത്? ഇപ്പം അഷ്ടപതി എന്താണെന്ന് ആദ്യം പറയാം. അഷ്ടപതി എന്നാൽ ജയദേവൻ എന്ന കവി എഴുതിയ എന്ന കാവ്യം, ഗീതഗോവിന്ദം. ലോകത്ത് തന്നെ അത്ഭുതമായിട്ടുള്ളൊരു രചനയാണ്. അതിൽ ഒന്നാമത്തെ അഷ്ടപതി ദശാവതാര വർണ്ണ, 10 അവതാരത്തിൽ. രണ്ടാമത് കൃഷ്ണനെ വർണ്ണിച്ച് കഴിഞ്ഞാൽ പിന്നെ മുഴുവനും രാസക്കേടുകളാണ്. 24 അഷ്ടപതികൾ, രാധാകൃഷ്ണന്മാരുടെ രാസക്കേട്. അതിൽ കൃഷ്ണൻ രാധയാണ് പറഞ്ഞാൽ പിന്നെയുള്ള ഒരാളെ സഖിയുള്ളൂ. 3 കഥാപാത്രങ്ങളാണ്. നമുക്ക് ജയദേവൻ എന്ന് പറഞ്ഞ കവി ഭയങ്കര കൃഷ്ണഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അങ്ങനെയായിരുന്നു. അങ്ങനെ അവരുടെ ആ ഭക്തിയുടെ ഉണ്ടായ ഒരു കൃതിയാണിത് അഷ്ടപതി ഉണ്ടായത്. അപ്പം അത് നമുക്ക് പറയാനറിയില്ല, എഴുതപ്പെട്ടിട്ടില്ല. അതൊന്നിൽ പ്രചരണാർത്ഥമോ അല്ലെങ്കിൽ അങ്ങനെയോ എന്തോ കേരളത്തിൽ, നമ്മുടെ ലോകം മുഴുവനുണ്ട്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ തമിഴർ എന്താ പറയുക, അഷ്ടപതി ഉത്സവം നടത്താറുണ്ട്. അഷ്ടപതി പാടിക്കൊണ്ട് ഡാൻസ് ചെയ്യാറുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പാടുന്ന വേറെ ശൈലിയിൽ പാടാറുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ കർണാടിക് മ്യൂസിക്കുകാർ വേറെ സ്റ്റൈലിൽ പാടാറുണ്ട്. സോപാനത്തിന് മാത്രമല്ല അഷ്ടപതി. സോപാനത്തിൽ വരുമ്പോൾ സോപാനത്തിൻ്റെ ഒരു ശൈലിയിൽ ഭക്തിക്ക് പ്രാധാന്യം പാടുന്നത് മാത്രമേ ഉള്ളൂ. അഷ്ടപതി നമ്മുടെ മാത്രമല്ല. സോപാനത്തിനിടയ്ക്ക് ചില സമയത്ത് ഈ അജിതഹര പോലുള്ള പാട്ടുകൾ, കഥകളിപ്പദം. നമുക്ക് സോപാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തനതായ സംഗീത ശൈലിയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കർണാടക സംഗീതം എന്ന് വരുന്നത് സ്വാതിരുനാളിൻ്റെ കാലത്തോടുകൂടിയാണ് ആണല്ലോ. അപ്പം അതിനു മുമ്പൊരു കാലഘട്ടം നമുക്കൊരു അപ്പോൾ ഒരു സംഗീതം വേണ്ടി നമുക്ക്, അത് നമുക്ക് സോപാന സംഗീതം ഉണ്ടായിരുന്നു. നമുക്കൊരു ശൈലി ഉണ്ടായിരുന്നു. ആ ശൈലി ഇന്ന് ആരും പാടാൻ പറ്റില്ല. കാരണം കൈമറഞ്ഞു പോയി, വായ്മൊഴിയിലൂടെ വന്നതല്ലേ. പിന്നീട് നമ്മുടെ എല്ലാവരും പാട്ടിലും കർണാടക സംഗീതത്തിന് സ്വാധീനം വന്നിട്ട്, രാഗഭാവം വന്നിട്ടുണ്ട്. പണ്ട് അങ്ങനെയല്ല പാടിയിരുന്നത്.
പക്ഷെ ഇന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഇരുന്ന് പാടിയെന്ന് പറയാൻ പറ്റില്ല, കാരണം റെക്കോർഡും ഇല്ല കഴിയും. ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ആകെ റെക്കോർഡുള്ള നമ്മുടെ എന്താ പറയുക നേരത്തെ ആശാൻ്റെ പാട്ടിന് പോലും കർണാടക സംഗീതത്തിൻ്റെ സ്വാധീനമുണ്ട്. അത് എന്ന് പറഞ്ഞാൽ രാഗഭാവമുണ്ട്. അപ്പോൾ അതിന് മുമ്പൊരു ശൈലി ഉണ്ടായിരുന്നത് അങ്ങനെയല്ല. ഇപ്പൊ പലരും തർക്കിക്കാറുണ്ട് സോപാന സംഗീതം ഇങ്ങനെയല്ല, പക്ഷെ എങ്ങനെ അത് ചോദിപ്പോഴുണ്ട്. അങ്ങനെയാണെങ്കിൽ അതുപോലെ പാടണം, പണ്ടത്തെ ശൈലിയിൽ പാടാൻ പറ്റില്ല നമുക്ക്, ആർക്കും അറിയില്ല. ഇന്ന് പാടുന്നവർ നല്ല പാട്ടുകാരാണ് എല്ലാവരും. സോപാന സംഗീതം പലതരത്തിലാണ് പാടണം പലരും, അത് ശരി തെറ്റാന്നല്ല. പക്ഷെ അങ്ങനൊരു ശൈലി നമുക്ക് പറയാൻ പറ്റില്ല. കർണാടക സംഗീതം സ്വാധീനം ഇതിലൂടെ വന്നു. അപ്പോൾ നമ്മുടെ ഇതെല്ലാം സംഗീതത്തിലെ സ്വാധീനം. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് വരെ നമ്മുടെ കർണാടക സംഗീതം തന്നെ കച്ചേരി എങ്ങനെയായിരുന്നു, എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റിയതായിരുന്നില്ല. കഥകളിപ്പദം എല്ലാവരും ആസ്വദിച്ചിരുന്നില്ല. കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നപ്പോൾ അതിനേറ്റവും ആള് ദാസേട്ടൻ തന്നെ യേശുദാസിന്റെ പാട്ടിലൂടെ കർണാടക സംഗീതം അത് ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞു, അത് തെറ്റാണെന്നും എനിക്ക് പറയാനുള്ളതില്ല. പക്ഷെ അപ്പോൾ കുറേ കൂടെ ആസ്വാദന ശൈലി മാറി, വ്യക്തമായി അക്ഷരസ്ഫുടത വന്നു അല്ലേ, രാഗത്തിൻ്റെ ഭാവങ്ങൾ മനസ്സിലായി തുടങ്ങി. ശബ്ദ സൗന്ദര്യം വലിയൊരു ഘടകമാണ്. ശബ്ദസൗന്ദര്യം വലിയ ഘടകമാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ ബിറ്റ് എടുത്തിട്ട് പീസ് ഈ റീൽസ് പോലെ ചെയ്യുമ്പോൾ അത് കൂടുതൽ അവിടെ പക്ഷെ സോഷ്യൽ മീഡിയയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു കാരണമാണ്. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നമ്മുടെ സോപാന സംഗീതമാണെങ്കിലും നമ്മുടെ നാടൻ കലകളെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം ഓരോന്നിനും അതിൻ്റെതായ സ്പെഷ്യാലിറ്റിയിലെ വെറൈറ്റി ആയിട്ട്, കാരണം ഇത് കൂടുതൽ നോട്ടീസ് ചെയ്യും. ഇത്ര 1 മിനിറ്റ് അല്ലെങ്കിൽ 60 സെക്കൻഡ് ഇത് പോകുമ്പോഴത്തേക്ക് വളരെ ഒരു ഗുണകരം പറഞ്ഞിടത്തുനിന്ന് മാറിയിട്ട് അഷ്ടപതി ഇപ്പോൾ കുട്ടികളിൽ ഒരു അഷ്ടപതി പഠിച്ചു. ആ കുട്ടി ഇപ്പം എൻ്റെ അടുത്ത് ചില കുട്ടികൾ വരും, മത്സരമാണ്. ഈ അടുത്തൊരു കുട്ടി എന്നെ വിളിച്ചു, മത്സരമാണ്, ഞാൻ ചെന്നമ്മന് മത്സരം എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്, ഇപ്പം എന്താ വേണ്ടത്, ഇപ്പം പഠിക്കണം. ഒരാഴ്ച മുമ്പ് എനിക്ക് അഷ്ടപതി പറഞ്ഞു. ഞാൻ മുമ്പ് പഠിക്കില്ല മോനെ, എന്നത്തേക്ക് ആവില്ല, ഞാൻ അങ്ങനെ പഠിപ്പിച്ചു തരില്ല. ഇത് വെറുതെ ഒരു കളി ഇതല്ല. അപ്പം അഷ്ടപതി എൻ്റെ കുട്ടികൾ പാടുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കാം. അവർ സോപാന സംഗീതം പാടുന്നുണ്ട്, അവർ ഇതിനു വേണ്ടി മാത്രമല്ല. അപ്പം എന്നോട് പറയും പക്ഷേ അഷ്ടപതി ഉണ്ട് മത്സരത്തിൽ, ഞങ്ങൾ ചേർന്നോട്ടെ. അപ്പോൾ അതിനോടൊപ്പം ഇതിൻ്റെ ഒപ്പം അത് പഠിപ്പിക്കുന്നുണ്ട്, അതൊക്കെ. ഇതിപ്പോൾ എന്താ പറയുക, പലരും ക്യാപ്സൂളായിട്ട് അത് മാത്രം പഠിക്കും. അപ്പം പിന്നെ അത് ഞാൻ കഴിഞ്ഞു, ഈ മത്സരം കഴിഞ്ഞ് അവരത് മടക്കി ഇതിലായിട്ട് ബന്ധമില്ല. പിന്നെ എവിടെയെങ്കിലും പാടാൻ പറഞ്ഞാൽ ഒറ്റ അഷ്ടപതി പാടാൻ അറിയുള്ളൂ അവർക്ക്. നമ്മുടെ പ്രശ്നം അതാണ്. അങ്ങനെ എല്ലാ കലയ്ക്കും പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ കൂടി വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും കുട്ടിപ്പാടി സേവയാണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് കുട്ടി പാടണം എന്നൊക്കെ ഒരു ആഗ്രഹം കുട്ടികളിലേക്ക് വന്നു. സോഷ്യൽ മീഡിയയാണ് ഒരു കാരണം. കൂടുതൽ ഭക്തിയിലേക്ക് അത് ഇൻവോൾവ് ചെയ്യുകയും ചെയ്യും അല്ലേ. അപ്പോൾ അതെ, ഇതിനകത്ത് പറ്റിയവിടെ എന്ന് പറയുമ്പോൾ പലരും യൂട്യൂബ് ആയിട്ട് പിടിക്കും. ഈ യൂട്യൂബ് ഗുരുനാഥനല്ല, തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നില്ല, അതിൽ പോയിട്ടില്ലേ. അപ്പം അങ്ങേക്ക് അറിയാവുന്നൊരു കാര്യം എന്നെ പറഞ്ഞു തരാണ്, ഞാൻ തെറ്റാ ചെയ്യണേ അങ്ങ് പറയുന്നത് ബിജു അത് തെറ്റാട്ടോ, അത് അങ്ങനെയല്ല, അങ്ങനെയല്ല പാടേണ്ടതെന്ന് ഗുരുനാഥൻ പറഞ്ഞോളാം. ഇതിപ്പുറത്ത് സോഷ്യൽ മീഡിയ എങ്ങനെയാണ്, അവൻ ഈ വീഡിയോ കാണാം, ഇത് കണ്ടിട്ട് അവൻ തന്നെ തീരുമാനിച്ചു അവൻ പാടുന്നത് ശരി. ഇപ്പോൾ പണ്ട് ഞാൻ പിള്ളേരോട് പറയുമ്പോൾ ഈ എൻ്റെ പാട്ട് വിളിച്ചിട്ട് ഒപ്പം പാടുകയെന്ന് പറയും. അങ്ങേക്ക് മനസ്സിലാകുന്നത് യേശുദാസിന്റെ പാട്ടിട്ട് കൊണ്ട് നമ്മൾ ഒരുമിച്ച് കൊടുക്കും അല്ലേ. നമ്മൾ വിചാരിക്കുന്നത് ശരിയാണ്, എങ്ങാനും കറണ്ട് പോയാൽ നമ്മുടെ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഒപ്പം പാടുന്ന നമ്മൾ വിചാരിക്കുക അത് ശരിയാണ്. ഇത് തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ അത് യൂട്യൂബ് കൊണ്ട് പഠിക്കുന്നവരുടെ പലരുടെയും പ്രശ്നമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ നിന്ന് പോകും. ഗുരുനാഥൻ്റെ കയ്യിൽ നിന്ന് പഠിക്കുമ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. ചൂണ്ടിക്കാണിക്കാൻ അച്ഛൻ ഗുരു അത് മെയിനാണ്. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്കൊരു സിനിമയുടെ ഒരു കാര്യം, സിനിമയുടെ ദാസേട്ടനിലേക്ക് കടന്നിരുന്നു. അപ്പോൾ ഈ സിനിമ ഇടയ്ക്ക് എന്ന സിനിമ ചില ഗാനമേളകളിലൊക്കെ ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പേ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഒരു പരിധി വരെ ബീച്ചറിൻ്റെ ആ ഒരു സൗണ്ട് അല്ലെങ്കിൽ ശബ്ദ മനോഹരമായ ആ ദൈവസംഗീതം പാടുന്ന കണ്ഠനാദത്തിനൊരു പരിധി വരെ നല്ലൊരു സപ്പോർട്ട് സത്യമായിട്ടും അതായിട്ടോ. കാരണം നമ്മുടെയൊക്കെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ ദാസേട്ടനായിരുന്നു. ഞാൻ എപ്പോഴും പറയും എനിക്ക് മോഹൻലാലോ അല്ലെ ഈശ്വരസാണെന്ന് പറയാണ്, നമ്മളെ കണ്ടു വളർന്നേക്കണമല്ല. അപ്പം എൻ്റെ ആഗ്രഹം സിനിമയിലെ പാട്ട് പാടണം, സിനിമാക്കാരാണ് അല്ലെ സിനിമയിൽ അഭിനയിക്കണം, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ. ഗാനങ്ങളൊക്കെ വളരെ തുച്ഛമായിട്ട് ഗാനങ്ങളൊക്കെ പാടില്ല. ഞാനൊരു ഗാനങ്ങളുടെ പാട്ടുകാരൻ, അതിനുള്ള സംഗതി പറ്റില്ല, അങ്ങനെയൊന്നും പാടില്ല. അത്യാവശ്യം ഞാൻ കുറച്ച് പാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ പാടിയത് ആഗ്രഹം കൊണ്ട് ഭക്തിഗാനമേള പോയിട്ടുണ്ടെന്നല്ലാണ്ട് അല്ല. പക്ഷെ സ്വാധീനിച്ചതിന് മറ്റൊരു സാധനം ഭജന തന്നെ.
ഞങ്ങളുടെ വീട്ടിലൊക്കെ ഭജന ഉണ്ടായിരുന്നു. നമ്മളുടെ സൈഡ് വെച്ച് നോക്കുമ്പോൾ ഭജനയായിരുന്നു, അച്ഛൻ്റെ അവിടെയും നാട്ടിലും ഭജനയായിരുന്നു. അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞു കുറേ കേട്ടിട്ടുണ്ട്. അത് ഗാനമേളയാണെങ്കിലും ഭരണസംഗീതമാണെങ്കിലും ഭജന കുറേ കേൾവിജ്ഞാനം ഉണ്ടായിരുന്നു. അത് രണ്ടുപേരും ഗാനമേളയ്ക്ക് അത്യാവശ്യം അത് അന്ന് പറഞ്ഞ വലിയൊരു പോയിന്റ് അതാണ്. ദാസേട്ടൻ എന്നുള്ള നമ്മുടെ ശബ്ദത്തിനും അക്ഷരസ്ഫുടതയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് ദാസേട്ടനാണ് കാണാറ്. നമ്മളതാണ് ശ്രദ്ധിച്ചത്. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അപ്പോൾ അത് കൂടാതെ തന്നെ ഞാനപ്പോൾ ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞു. അച്ഛനാണ് ഗുരു. അച്ഛനിൽ നിന്ന് പകർന്നാടിയ ഒന്നാമത് സംഗീത പാരമ്പര്യത്തിൽപ്പെട്ട ഒരു ഫാമിലിയിൽ നിന്നാണ് അങ്ങ് വന്നത്. അതന്നെ വലിയൊരു അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ അമ്മാവനാണ് അല്ലേ പഠിപ്പിച്ചതെന്ന് പറഞ്ഞു. അമ്മാവനാണ് ഗുരുദക്ഷിണ വെച്ച് തുടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതുകൂടാതെ അമ്പലപ്പുഴ വിജയകുമാർ സാറുമായിട്ട് എന്താണ് അങ്ങും അദ്ദേഹം തമ്മിലുള്ള ഒരു എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഭയങ്കരമായിട്ട് സ്വാധീനിച്ച വ്യക്തിയാണ്. അത് പറയുമ്പോൾ അതിനും പോയിട്ട് പറയാം. അച്ഛൻ കേൾപ്പിച്ച സംഗീതവും അമ്മാൻ പകർന്നു വന്ന സംഗീതവും ഒക്കെ ആയിട്ടാണ് തുടങ്ങിയതെങ്കിലും പിന്നെ കുറച്ച് ഉഴപ്പായിരുന്നു. ആറിൽ കോളേജിൽ പഠിച്ചു അത് കംപ്ലീറ്റ് ആക്കിയില്ല. അതിനുശേഷം സദനം ദിവാരാശൻ ആശാന്റെ ചെണ്ട പിടിച്ചു. ജീവിതത്തിന് മാറ്റം പറഞ്ഞത് അത് ഞാൻ പനങ്ങാടാണ് താമസിക്കുന്നത്. മേളത്തോട് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം എവിടെയെങ്കിലും മേളത്തിന് പോകും. അങ്ങനെ പനങ്ങാട് തന്നെ ഒരു ആശാൻ ധനഞ്ജയൻ ആശാൻ ഉണ്ടായിരുന്നു. ആശാൻ കുറച്ച് പകർന്നു നിന്നു. അപ്പോൾ ആശാൻ്റെ കൂടെ ഇടയ്ക്ക് പരിപാടി പോകും. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഏരൂരിൽ താമസം മാറ്റി. ഏരൂരിൽ നിന്ന് ചേന്നമാരും ഉണ്ണികൃഷ്ണമാരാന്ന് പറയും. ആശാൻ്റെ കീഴിൽ കുറച്ച് നാൾ തായം വയ്ക്കുകയും ഉപരിവർണ്ണം പോലെ മേളം പഠിച്ചു. പിന്നെ മേളക്കാരായിരുന്നു കുറേ കാലം. അങ്ങനെ തന്നെ ആശാൻ എപ്പോഴും പറയുമ്പോൾ താൻ സോപാന സംഗീതം പഠിക്കുക എന്ന് പറയാൻ ചേന്നമല ഉണ്ണികൃഷ്ണ ആശാൻ പറയും. അങ്ങനെ ഞാൻ ആഗ്രഹം പ്രകടിപ്പിച്ച സമയത്ത് തന്നെ കാവിൽ ഉണ്ണികൃഷ്ണമായിരുന്നു നമ്മുടെ ആശാൻ ഏരൂർ നാറാണത്ത് കൃഷ്ണൻ അമ്പലത്തിൽ ജോലിക്കായിട്ട് പോകും. ഏരൂർ അപ്പോൾ ഈ രണ്ട് ആശാന്മാരോട് അപ്പോൾ തന്നെ ഞാൻ ആശാൻ ദക്ഷിണ വെച്ചു. അവിടെ നിന്ന് പഠനം തുടങ്ങി സോപാന സംഗീതം. പക്ഷെ കുറച്ച് പഠിക്കാൻ പറ്റുള്ളൂ എനിക്ക്. അപ്പോൾ കുറച്ച് പഠിച്ചു. കുറച്ച് നാളെ എനിക്ക് ഡൽഹി അമ്പലത്തിൽ ജോലി കിട്ടി. അന്ന് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലഘട്ടം. അപ്പോൾ അന്ന് ഡൽഹിയിൽ 4500 സാലറി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ജോലിക്കാരനായിട്ട് നിന്നു. പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ പറഞ്ഞ അമ്പലപ്പുഴ വിജയകുമാരൻ എന്ന സോപാനത്തിൻ്റെ രത്നം അദ്ദേഹം അവിടെ പരിപാടിക്ക് വരികയാണ്. പരിപാടിക്ക് വരുമ്പോൾ അദ്ദേഹം എൻ്റെ പാട്ട് കേട്ടിട്ട് വന്നു. മോനെ നീ ഇവിടെ നിൽക്കരുത്. കാരണം അമ്പലത്തിൽ നിൽക്കുമ്പോൾ എന്താ വെച്ചാൽ അമ്പലത്തിൽ ഒതുങ്ങിപ്പോകും. നമ്മുടെ ആരും കുറ്റം പറ്റില്ല. അമ്പലത്തിലെ ജോലി കഴിഞ്ഞു റൂമിൽ അത്രയൊക്കെ ഉള്ളൂ. വേറെ ഒന്നും വളർച്ചയില്ല. നമുക്ക് കലാകാരൻ എന്നുള്ളതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് പ്രചോദനം. നീ നാട്ടിലേക്ക് വന്നു, നീ നാട്ടിലെ പ്രോഗ്രാം ഞാൻ തരാൻ പ്രോഗ്രാം, നീ നാട്ടിലേക്ക് വന്നു. ഇത് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. പക്ഷേ പെട്ടെന്ന് ഇട്ടിട്ട് പോരാൻ പേടി. കാരണം സാമ്പത്തിക അത്ര. പക്ഷെ അതിൻ്റെ സാഹചര്യം ഉണ്ടായി. അങ്ങനെ പോന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഗ്രിപ്പ് കിട്ടണില്ല. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോൾ അന്ന് ഒരു ഹോട്ടലൊക്കെ തുടങ്ങി. തിരുവനന്തപുരത്തെ അടുത്തുള്ള ഹോട്ടലൊക്കെ. അതൊന്നും വിജയിച്ചില്ല. അതൊക്കെ വിജയിക്കാൻ ഞാൻ നന്നായി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്വാമിജി അടുത്ത് കുറച്ചാണ് യോഗ ക്ലാസ്സൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ചേരാൻ്റെ മുമ്പിൽ ജോലി ചെയ്യാം കിട്ടുകയാണ് പത്തിൽ. ഈ ചേരാൻ്റെ മുമ്പിൽ ജോലി ചെയ്യുന്ന സമയത്തും അമ്പലപ്പുഴ വിജയകുമാരേട്ടൻ വിളിച്ചിട്ട് നടന്ന് ഒരു CD ഇറക്കും. അപ്പോൾ CD ഇറക്കാന്ന് ചിന്തിക്കാൻ വയ്യ, റെക്കോർഡിങ് ചിന്തിക്കാമെന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹമാണ് പറഞ്ഞത് നിൻ്റെ പേരിലൊരു പാട്ട് വരും, നിൻ്റെ ലെവലൊരു പാട്ട് വരുമ്പോൾ നിൻ്റേതാവുള്ളൂ, നീയായിട്ട് മാറുള്ളൂ. അങ്ങനെ അദ്ദേഹം അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു പറഞ്ഞു. അത് അവിടെ നിന്നാണ് പിന്നൊരു മാറ്റം. എന്താ പറയുക, ഞാൻ അദ്ദേഹത്തിന് ദക്ഷിണ വെച്ചിട്ടില്ലാന്നുള്ളൂ. എനിക്കൊരു ഗുരുസ്ഥാനിയാണ്. കുറേ സ്വാധീനിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും നമ്മൾ പുള്ളിയെ കണ്ടുപിടിക്കുന്നുണ്ട്. എൻ്റെ ഗുരുനാഥൻ ഉണ്ണിച്ചേരൻ്റെ അടുത്ത് പഠിക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞത് ഇന്നും ആശാന്മാരോട് ചോദിച്ചിട്ട് ഞാനൊരു കാര്യം ചെയ്യരുത്. എന്തെങ്കിലും പറയും, ഒരു യാത്ര ചെയ്താൽ എന്തെങ്കിലും പോയി ഞാൻ ആ കാലുകൊണ്ട് പോയിട്ട്. സോപാന സംഗീതത്തെ ജനകീയമാക്കുന്നതിന് നിസ്തുലമായ പങ്കുവഹിച്ച ആളാണ് ശ്രീ ഏരൂർ ബിജുചേട്ടൻ. ഏത് രാഗമാണ് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി അനുഭവപ്പെടുന്നതെന്ന് തോന്നിയിട്ടില്ല? ചിലപ്പോൾ മധ്യമാവധിയായിരിക്കും. മധ്യമാവധിയാണ് ഈ ചന്ദ്രശേഖരയും ദേവ ശൈലരാജന ഹരനുടെ കരമതി ഇതൊക്കെ രാഗത്തിലാണ് കൂടുതൽ. എന്നാൽ ക്ഷേത്രങ്ങളിൽ അങ്ങേക്ക് ഏറ്റവും കംഫർട്ടായ രാഗം? അങ്ങനെയില്ല കേട്ടോ. അത് പാടുമ്പോഴും നമുക്ക് അത് കീർത്തനത്തിൽ ഇതുപോലെ ഇരിക്കും. ഓക്കെ.
ജനങ്ങൾ ഏറ്റവും വൈകാരികമായാണ് ഭക്തിയെ കാണുന്നത്, സമീപിക്കുന്നത്. അവിടെയാണ് സർവാലങ്കാര വിഭൂഷിതനായ ഭഗവാനെ നട തുറന്ന് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും അതിൻ്റെ ഭക്തി അതിൻ്റേതായ ഒരു അനന്തവികായത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് എന്താ പറയുക, അങ്ങ് അനുഭവിക്കുന്ന പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചില ഭക്തി നമുക്ക് എങ്ങനെ പറഞ്ഞു എന്ന് ചിലത് നമുക്ക് തോന്നണ ഫീൽ ചില ദിവസങ്ങളില്ല. എപ്പോഴും ഞാൻ ഒരേപോലെ പറയാനില്ല. ചില ദിവസങ്ങൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ണറിയും, നമുക്ക് കാണാം, ഭഗവാനെ കാണാം. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ഫീല് നമ്മുടെ മേത്തൊന്ന് ടച്ച് ചെയ്ത് നമ്മുടെ ഫീലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആളുകൾ ഏറ്റെടുക്കാറുണ്ട്. അതേ തന്നെയാണെങ്കിൽ അവർ ഒപ്പം പാടുകയോ അല്ലെങ്കിൽ അവർ കരയണ നമുക്ക് മനസ്സിലാവും. ഈ പാടുമ്പോൾ നമ്മൾ പാടുമ്പോൾ അവർ കരയണം നമുക്ക് മനസ്സിലാവും. അവർക്ക് അത്ര അത് ഫീൽ ചെയ്യുന്നത് മധ്യമാവധിയാണ്. അല്ല, മധ്യമാവധി മാത്രമല്ല, മധ്യമാവധി എന്ന് വെച്ചാൽ മധ്യമാവധി ഒരിക്കലും ലാസ്റ്റ് പാടി നിർത്തുന്നത്. അത് കുറേ കൂടി ഫീൽ ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. അപ്പം അതും ഒരു കാരണമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഭക്തി സംഗീതമാണല്ലോ, ഫീൽ ആവുന്നതിൻ്റെ ഇപ്പം പഴയതുപോലെയല്ല. ഇപ്പം സ്റ്റേജിലാണെങ്കിൽ ആൾക്കാർ ലിസ്റ്റ് തരും, അപ്പോൾ അത് ആൾക്കാർക്ക് എന്നിട്ട് ഇത് ഈ കഴിഞ്ഞ ദിവസം മസ്കറ്റ് പെട്ടു പാടുമ്പോൾ പലരും കരയണം, അല്ലെ ചിരിക്കുകയാണ്, അവരുടെ പാട്ട് കിട്ടി എന്നും പറഞ്ഞിട്ട് ആ സന്തോഷമാണ് അവർക്ക്. 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ പാടിക്കുന്നവരല്ലേ ഒരു പാട്ട് തന്നെ. ഞാൻ ചോദിച്ചത് പാടി ശരിയാക്കിയിട്ട് പോകാൻ വേണ്ടി പറയാനാണോ? അങ്ങനെ അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തത്. അതല്ലേ. അങ്ങനെ ഏത് സ്തുതിയാണ് കൂടുതൽ ഏത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനമാണോ പാടിയിരിക്കുന്നത്? അങ്ങനെ പറയാൻ പറ്റും. അല്ല, ചിലത് കേൾക്കും അറിയാലോ, ചില സ്ഥലത്ത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. നോക്കൂ, നമ്മുടെ ഹിറ്റ് കൂടുതൽ ആൾക്കാർ സ്വീകരിച്ചത് ചന്ദ്രശേഖരയും മഹാദേവന്റെ കീർത്തനാണെങ്കിലും ദേവിയുടെ കീർത്തനമുണ്ട്, ചെമ്പട്ട് കാത്തിരിപ്പു കണ്ണ, അതുകൊണ്ട് കൃഷ്ണന്റെ കീർത്തനുണ്ട്, അതും ജനങ്ങളായിട്ട് എടുത്ത. എല്ലാം പാടുമ്പോൾ നമുക്ക് ആ ഭഗവാനെ കണ്ട് പാടണം എന്നുള്ളത് അങ്ങനെ തന്നെയാണ്. മഹാദേവന്റെ കീർത്തനം പാടുമ്പോൾ അതിൻ്റെ ഒരു വേറെ, ദേവി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ്, അപ്പം അതിൻ്റെ വേറെ ഫീലിംഗ്. കണ്ണൻ്റെ പാടുമ്പോൾ നമ്മൾ കുറേ സോഫ്റ്റാണ്, അത് വേറൊരു മൂഡായിരിക്കും. ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ഫീൽ വേറെ കണ്ണൻ്റെ പാടുമ്പോൾ. ശിവന്റെ പാടുമ്പോഴും ഈ എൻ്റെ തോന്നലാണ് കേട്ടോ, ശിവന്റെ ഇപ്പം കാണ്ടിയുടെയും പാടും, ചന്ദ്രശേഖരൻ പാടും. പക്ഷേ കൃഷ്ണന്റെ പാടുമ്പോൾ കൂടുതൽ ഒരു ലാളിത്യത്തിലേക്ക് പോകാറില്ലേ? ഈ കോമള രൂപ, അതിൻ്റെ എനിക്ക് പാടാൻ അറിയില്ല, എന്നാലും കോമള രൂപ മനതാരിൽ നിറയണം. അയ്യോ, അത് കിട്ടുന്നില്ല. നോക്കൂ, അതെന്നാ ഞാൻ ആദ്യം പറഞ്ഞല്ല, വരികളുടെ പ്രത്യേകത ഇതാണ്. ചടുലതയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. നമുക്ക് ആ വരിയുടെ കാത്തിരിപ്പു കാച്ചിലമ്പി നാദം തീർക്കും ഹരിരൂപം നെഞ്ചി ചേർത്തു വയ്ക്കാൻ. വ്യത്യാസമല്ലേ നമ്മുടെ കടയുടെയും പാടണമല്ലേ? അത് ആ വരിയുടെ പ്രത്യേകത അങ്ങനെ. കണ്ണനെ നമുക്ക് അങ്ങനെയാണ് വിളിക്കാൻ പറ്റുന്നത് അല്ലേ? മഹാദേവന്റെ പോലെ അല്ല, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പൊ സോഫ്റ്റ് ആവും. കണ്ണാന്ന് വിളിക്കുമ്പോഴത്തെ ആ ഒരു കുട്ടിയെ താലോലിക്കുന്ന പോലെയാണ് അതിന്റെ ഒരു. മറ്റേത് കാടിയുടെയും മറ്റേ നരസിംഹത്തിന്റെ ഒക്കെ അങ്ങനെ അല്ലാത്ത ശിവന്റെ കീർത്തനം കേട്ടോ, മാധവന്റെ കീർത്തനം രണ്ടും ഉണ്ട്. ദേവിയുടെ അടുത്തുണ്ടായിരുന്ന എൻ്റെ ചേരാൻ്റെ ഇവിടെ കീർത്തനുണ്ട്. അപ്പൊ അതിലൊക്കെ പൊൻകരണിയായി കാണുമെന്നോടെ ചിന്മയി പരമേശ്വരി കൺകുളിർക്കേ മുന്നിൽ വാഴണം വെൺമലരുളി ചന്ദമായി ചേരാനെല്ലൂരിൽ വാഴുമീശ്വരി ചാരു ചാമര കേശിനി എത്ര കാണിലും തൃപ്തിയാകാത്ത ചിത്ര സൗന്ദര്യ ദേശം നല്ല രാഗം, സ്വഭാവത്തിന് ഉപയോഗിച്ചിരുന്ന രാഗങ്ങളല്ല, ഇപ്പം മാറ്റങ്ങൾ വരുത്തിച്ച്. ഇങ്ങനെ ഒരു കാര്യം, ഇപ്പം ഈ ഒരു സ്നേഹ
സോപാന അങ്ങനെ ഒരു ചാരിറ്റബിൾ, അത് ഈ ചാരിറ്റി ചെയ്യുന്നതുകൊണ്ടാണോ സ്നേഹ സോപാന ഗായകൻ സ്നേഹസോപാനം എന്നുള്ള പേര് വന്നത് എൻ്റെ ശിഷ്യൻ രതീശമനാണ്. അദ്ദേഹമാണ് ഈ പേര് നിർദ്ദേശിച്ചത് എന്നോട്. സ്നേഹസോപാനം ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് തുടങ്ങാം, എല്ലാ ശിഷ്യന്മാരും 10-100 ശിഷ്യന്മാരുണ്ട്, എല്ലാവരും ഒരു കൂട്ടായ്മ പോലെ തന്നെ അങ്ങനെ പുറത്തൊക്കെ തുടങ്ങിയപ്പോൾ ഒരു പേര് തുടങ്ങിയതാണ് സ്നേഹസോപാനം. അപ്പോൾ ഒരു സ്ഥാപനം എടുത്തു, ആ സ്ഥാപനത്തിന് ഒരു പേരിടണം. അപ്പോൾ സ്നേഹസോപാനം എന്നാക്കാം തീരുമാനിച്ചു. സ്നേഹസോപാനം ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്കി. അപ്പോൾ നമ്മൾ ആനന്ദസംഗീതം വേൾഡ് റെക്കോർഡ് നടത്തിയപ്പോഴും സ്നേഹസോപാനത്തിൻ്റെ കീഴിലാണ് അത് നടത്തിയത്. അപ്പോൾ അന്ന് നമ്മളത് ട്രസ്റ്റ് ആക്കിയിട്ട് അന്നൊരു വിവാഹം നടത്തി കൊടുത്തു. എന്നിട്ടാണ് വിവാഹം നടത്തി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തത്. ഒരു കാര്യം ഇപ്പോഴും നമ്മൾ ചെറിയ ചാരിറ്റികൾ ചെറിയ ഞാൻ പറയാനുള്ളത് ഭഗവാന്റെ അനുഗ്രഹം. നമുക്കിപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, എനിക്ക് കിട്ടുന്ന ദക്ഷിണ പരിപാടി ദക്ഷിണയാണ് ഒരു പങ്ക് ഞാൻ അതിലേക്ക് ചെയ്യും. ഇതൊന്നും നന്നായിട്ട് ചെയ്യണം, ഇതായിട്ട് ചെയ്യണം, ഇഷ്ടംപോലെ എന്നെ കൊണ്ടാവുന്നത്. പിന്നെ ശിഷ്യന്മാരെല്ലാവരും സഹകരിക്കാറുണ്ട്. അവരെ 100 രൂപ വെച്ച് അവരുടെ പറ്റുന്നതൊക്കെ സഹകരിച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറേ ഹോസ്പിറ്റൽ കേസുകളുടെ കുട്ടികളുടെ പഠനം, ഇപ്പം ഞങ്ങളൊരു വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടത്, ഇതിൻ്റെ ലക്ഷ്യം ഒരു വീട് വെച്ച് കൊടുക്കണം. അതൊക്കെ ഇങ്ങനെ സംസാരങ്ങളും പദ്ധതികളൊക്കെ നടക്കണം. ഭഗവാൻ അനുഗ്രഹിക്കും. ഇനി വലിയ എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോകട്ടെ. ഈ ഗുരുക്കന്മാരിൽ പ്രഥമ സ്ഥാനീയൻ ആരാണ്? അത് കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? ഗുരു എന്ന് പറഞ്ഞാൽ അത് ഇതെല്ലാം ഗുരുനാഥനാണ്. അല്ല, ഇവരെല്ലാവരും എനിക്ക് പകർന്നു തന്നത് ഓരോ തരത്തിലും ഓരോ സാഹചര്യത്തിലും ഓരോന്ന് പോലെയാണ്. മേളമാണെങ്കിലും സോപാന സംഗീതമാണെങ്കിലും എല്ലാം. അപ്പം അതുകൊണ്ട് എല്ലാവരും എൻ്റെയാണ് എല്ലാവരും. എന്ത് ഞാൻ ചെയ്യുകയാണെങ്കിലും ഇവിടെ ഒന്ന് ഇരുന്നപ്പോഴും ഞാൻ അവരെ മനസ്സിൽ ധ്യാനിച്ചിട്ടായിരിക്കും. അത് മാത്രമേ ഉള്ളൂ നമുക്ക്. അത് നമുക്ക് വില കൊടുത്ത് മേടിക്കാൻ പറ്റുകയില്ല, ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതല്ലത് അവര് അറിഞ്ഞു തരുന്നതാണ്. എല്ലാം അവിടെ നിന്ന് സമർപ്പിച്ച് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതാണ്. ഒരു കേമത്തിലും നമുക്കില്ല, എല്ലാം അവിടെ നിന്നാണ്. പലരും രചിക്കുന്ന വരികൾ നമ്മളെ തരുമ്പോൾ നമുക്ക് തോന്നുന്നതും എല്ലാം ഉണ്ട്. നിങ്ങൾ എന്നെ വിളിച്ചതും എപ്പോഴും താങ്ക്ഫുള്ളാണ്. താങ്ക്ഫുള്ളായിരിക്കണം ഇപ്പം. കാരണം ഞാൻ എല്ലാ ദിവസവും സത്യം പറഞ്ഞാൽ വിളിച്ചേണ്ട ഈ ചന്ദ്രശേഖരാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതാണ്. ഞാൻ ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞുതരാം. അങ്ങനെ ചന്ദ്രശേഖരനെ പറഞ്ഞു. ഞാൻ മസ്കറ്റിലായിരുന്നു 2 ദിവസമായിട്ട് വന്നിട്ട്. അപ്പോൾ അവിടെ ഒരു ലേഡി അവർ ഫാമിലിയായിട്ട് വന്നു എന്നെ കാണാൻ പറഞ്ഞു. ഒരു ഭയങ്കര കൈകാലൊക്കെ വരയ്ക്കും. അവർ പറയേണ്ടത് പോലെ ഞാൻ ആഗ്രഹിച്ചിട്ടാണ്, വളരെ ആഗ്രഹിച്ചവരാണ്, എനിക്കൊന്ന് കണ്ടാൽ മതി. ചന്ദ്രശേഖരനാണ് അവരുടെ ജീവിതം മുഴുവൻ. അവർ പറയാം ഡെയിലി കാറിൽ അവർ ചന്ദ്രശേഖരൻ എന്നിട്ട് തുടങ്ങും യാത്ര വരാൻ എല്ലാ ദിവസവും. ഒരു ദിവസം എന്തോ കാരണവശായിട്ടില്ല, അന്ന് ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ അവർ പറയുക അത്രയും അങ്ങനെ അവരെന്നെ അവരെ കാറിൽ കയറ്റിയിട്ട് അവർ പറഞ്ഞു എനിക്കൊരു ആഗ്രഹമുണ്ട്, അങ്ങ് ഇരിക്കുമ്പോൾ എനിക്ക് ചന്ദ്രശേഖര കാറിൽ പ്ലേ ചെയ്യണം. അത് ഇത് അതിൻ്റെ എന്നോട് പറഞ്ഞു കാറിലിരുന്നുകൊണ്ട് തന്നെ ചെമ്പട്ട് പാടിത്തരാമോ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. അത് ആൾക്കാരെ ഏറ്റെടുത്തില്ലേ, ആളുകൾ ഇഷ്ടപ്പെടുന്നില്ലേ. അതേപോലെ താങ്ക്ഫുള്ളാന്ന് പറഞ്ഞതാണ്. അപ്പം അവർ അത്രയും ഇഷ്ടപ്പെടുന്നത് എന്തൊരു മാജിക് ഇതിനകത്ത്. ഇന്ന് തന്നെ അങ്ങ് ഇത്രയും വലിയൊരു തിരക്കിനിടയ്ക്കും അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, വീട്ടിലെ കാര്യങ്ങൾ, അതിനിടയ്ക്ക് സമയം മാറി. പക്ഷെ എന്നാലും ഇന്ന് തന്നെ നമ്മൾ തീരുമാനിച്ച ആ ഡേറ്റിൽ തന്നെ നമുക്ക് അത് വരാൻ കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ഞാനും ദൈവത്തോട് ഇപ്പം എനിക്ക് എറണാകുളം മേഖലയിൽ തന്നെ എൻ്റെ സ്ഥാപനങ്ങളുടെ ക്ലാസ് എൻ്റെ സ്ഥാപനം പോകും. എനിക്ക് ഒരുപാട് 300-ഓളം ശിഷ്യന്മാരുണ്ട്. അത് ഓൺലൈനിലും ഓഫ്ലൈൻ കൂടാണ്ട് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. എല്ലാം ഈ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥന്മാരും വക്കീലന്മാരും എല്ലാം കുട്ടികള് അമ്മമാരാണ് ഏറ്റവും കൂടുതൽ. എല്ലാവരും അമ്മമാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അമ്മമാര് സന്തോഷിക്കുന്നതാണ് ബീച്ചന് ഒരു പരിധിവരെ ആ ഒരു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അല്ലെ 100% അല്ലേ. അതൊരു പരിധിവരെ അമ്മമാര് പഠിക്കാൻ വരുമ്പോൾ ഒരു ഇഷ്ടം തോന്നാറില്ലേ നമ്മളെ അമ്മമാരെ അല്ലെ. അമ്മ അവരില്ലാത്തതിന്റെ ദുഃഖം ബീച്ചന് അതിലൂടെ മാറാൻ പാറ്റാൻ പറ്റുന്നുണ്ടെന്ന് അമ്മ ഈ അമ്മമാരുടെ ഏറ്റവും വലിയ സന്തോഷം വെച്ചാൽ അവരൊന്നും പറയണ്ട മോനെ ആ കീർത്തനം ഒന്നും നടയും പാടാം അല്ലെങ്കിൽ ഒന്നും പോകാനും പാടാം. നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എല്ലാവരും ഒരേപോലെ പാടുന്നവരല്ല, ഞാനതൊന്നും കണ്ടിട്ടല്ല. അവരുടെ സന്തോഷം നോക്കൂ. എല്ലാവരുടെയും മക്കൾ അവരൊക്കെ ഒന്നുകൂടി വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ ജോലിക്ക് പോവും, അവരൊറ്റയ്ക്കാവാം, അല്ലെങ്കിൽ ഇവരെല്ലാവരും ജോലിക്കും സ്കൂളിൽ കുട്ടികളും പോയി ഇവരൊറ്റയ്ക്കാണ്. ഇവർക്കൊരു കൂട്ടം എന്താ പറയുക സോപാന സംഗീതം.
മതി. അത് എന്നിട്ട് അവർ പറയും ഞാൻ ഇന്നമ്പലത്തിൽ പോയി പാടിയിട്ടോ. എന്നാലും ഒരു അമ്മ എന്നെ വിളിച്ചിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ അവർ പതുക്കെ പാടിക്കൊണ്ട് ഗുരുവായൂരപ്പനെ കണ്ടു കേശാദിവാദങ്ങൾ മാഷിൽ പഠിപ്പിച്ചതെന്നുകൊണ്ടാന്ന് പറഞ്ഞു. അതുപോലെ ഇതിൽ ഒരു അനുഗ്രഹം ഉണ്ടാവും അല്ലേ? മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടെ ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം. മറ്റേ ഈ തൃപ്പൂണിത്തുറ കൃഷ്ണദാസ് അതെ അദ്ദേഹമായിട്ടുള്ള ഒരു ഇതിനെ കുറിച്ച് കൃഷ്ണദാസേട്ടൻ ലെജൻഡാണ്. ഇടയ്ക്കാന്ന് വാദിക്കത്തിൽ എനിക്ക് എല്ലാവരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പറയുമ്പോൾ വേറെ വിമർശനം പറഞ്ഞു. ലെജൻഡാണ്. ഇടയ്ക്കയിൽ എങ്ങനെ ശബ്ദം കൊണ്ടുപോകണം, ഇടയ്ക്കയിൽ എന്ത് വായിക്കണം, എങ്ങനെ ശ്രുതി ചേർത്ത് വായിക്കണം. പുള്ളി എടുത്ത് ശ്രുതി വെച്ച് കഴിഞ്ഞിട്ട് പുള്ളി മുട്ടുന്നത് ശ്രുതിയിലെ അങ്ങനെ ഇടയ്ക്കാന്ന് വാദം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇന്നാളെ ഞങ്ങൾ ഒരുമിച്ചൊരു പ്രോഗ്രാം ചെയ്തപ്പോൾ പുള്ളി ശ്രുതി മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഓരോ ശ്രുതി മാറ്റുന്നതോടെ ഇടയ്ക്കൽ കറക്റ്റായിട്ട് കിട്ടും. നിസ്സാരം. അത് നമ്മൾ പാട്ട് പാടുകയാണെങ്കിൽ ആ രാഗം ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യുന്നത് നിസ്സാരമല്ല. ചെയ്യണവരുണ്ടായില്ലെന്നല്ലേ ഞാൻ പറയാം. പക്ഷെ അത് നിസ്സാരം. മൈക്ക് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണെന്നറിയാം. മൈക്ക് അഡ്ജസ്റ്റ്മെന്റ് അറിയാമെന്ന് നമുക്ക് ഇന്ന് നമ്മൾ കേൾക്കുന്ന വന്ദേ മൂന്നരെ ഉൾപ്പെടെയുള്ള പാട്ടുകൾക്ക് ഇടയ്ക്ക് വായിച്ചാൽ അല്ല അത് അത് പറയാൻ തുടങ്ങുന്നത് അത് ഒരു പരിധി വരെ സോപാന സംഗീതത്തിൽ കുറച്ചൊരു ബൂസ്റ്റ് ചെയ്യാൻ ചെയ്തേക്കുന്ന അതും മനോഹരമായ അല്ലേ? രാധാകൃഷ്ണൻ സാറ് ചെയ്തേക്കുന്ന നിസ്സാര കാര്യമില്ല. അതും കേരളീയരാഗം സോപാനരാഗം തന്നെയാണ്. സാമൂഹ്യ രാഗത്തിൽ അദ്ദേഹം ചെയ്തേക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അത് ഇന്ന് ഞാൻ എവിടെ പോയാലും ഇന്ന് പോലും ഇപ്പൊ പോലും സോപാന സംഗീതം അതെന്താ ഇതാണല്ലേ? ഇത് എല്ലാവർക്കും അറിയാം. ജാതി മതഭേദമന്യേ എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ്. മോഹൻലാലിന്റെ പടത്തിലെ അല്ല അത് ഒരു പരിധി വരെ ഞാനത് പറയാൻ ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് വന്ദേ മൂന്നരെ വിജയൻ ഇങ്ങോട്ട് പറഞ്ഞത്. അത് ഒരു പരിധി വരെ ശരിക്കൊരു എന്താ പറയാ ഈ സോപാന സംഗീതത്തെ ഹൈലൈറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും. കാരണം ആൾക്കാർ ജനം അറിയണം. എപ്പോഴും ജനങ്ങൾക്ക് അറിയാൻ പാടില്ല. നമ്മുടെ അമ്പലത്തിനകത്ത് മാത്രം ഒതുങ്ങിയിരുന്നല്ലേ ഇവിടെ പുറത്തേക്ക് വന്നത്. അപ്പം അത് എന്താണെന്നുള്ളത് ഞാൻ കണ്ടുവന്ന അറിയില്ലേ. കൃഷ്ണദാസേട്ടൻ അതിനകത്ത് ഇടയ്ക്കാഴ്ചയാണ്. മനസ്സിലായോ? ചെറിയ ആൾക്കാരല്ല ഇവരൊക്കെ. അതാണ് നമ്മുടെ അനുഗ്രഹം. ഇവരൊക്കെ നമ്മളെ അംഗീകരിക്കണം. ഇവരുടെ കൂടെയൊക്കെ നമുക്ക് കൂടാൻ കഴിയണം. ഇതുപോലെയുള്ള കുറേ പേര് പലരും ഉണ്ട് ഇടയ്ക്ക് കഴിക്കണം. ഇഷ്ടം പോലെ നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് നമുക്ക് നിൽക്കാൻ കഴിയണം. ഞാൻ ഒരിക്കൽ ഇവിടെ ചെന്നപ്പോൾ പറഞ്ഞു മട്ടന്നൂരിൻ്റെ ആശാനടുത്തും തൊട്ട് ഞാൻ പോയിട്ട് ആദ്യമൊക്കെ കാണുകയാണ്. അത് മഹാഭാഗ്യം. ആശാൻ എന്നോട് സംസാരിക്കണോ എന്ന് പറയുമ്പോൾ എനിക്ക് മോഹൻലാലാണ് അദ്ദേഹം. എന്നെ സംബന്ധിച്ച് അദ്ദേഹം വലിയൊരു അതിന്റെ മേളിൽ നിൽക്കുന്ന ആളാണ്. അതൊരു അനുഗ്രഹമാണ് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത്, തൊടാൻ കഴിയുന്നതും ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ കൊണ്ടതൊക്കെ ഈ ഫീൽഡായിട്ട് വന്നപ്പോൾ ഇവരൊക്കെ കാണാനും സംസാരിക്കാനും പറ്റണം. ഈ തൃപ്പൂണിത്തുറയുടെ കാര്യം പറഞ്ഞപ്പോൾ രാധാകൃഷ്ണൻ സാറിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ തന്നെ നമ്മുടെ തൃപ്പൂണിത്തുറ രാധാകൃഷ്ണൻ അതിന്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള അദ്ദേഹം ഘടം എന്ന് പറയുന്ന വാദ്യം കൊണ്ട് ലോകം മുഴുവൻ അല്ലെ? അപ്പൊ അതുപോലെ തന്നെ അത് അദ്ദേഹമായിട്ട് എങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടായിട്ടില്ല? അങ്ങനെ അല്ല ഈ ചെന്നൈയുടെ കാര്യം ഉണ്ടായിട്ടില്ലല്ലേ? സംസാരിച്ചിട്ടുണ്ട് ഫോണിലൂടെ. എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം ഉണ്ടായിട്ടില്ല. ഇത്രയും നേരം ഒരുപാട് തിരക്കുകൾക്കിടയിലും മലനാട് ടി വിയുടെ ഈ സ്റ്റുഡിയോയിൽ വരാൻ ബീച്ചൻ വന്നതിന് ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് അദ്ദേഹത്തിൻ്റെ ശബ്ദം ലോകം മുഴുവനും അലയടിച്ചുയരട്ടെ. ജഗദീശൻ അതിനുള്ള അനുഗ്രഹം അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സന്തോഷം.